രണ്ടാമതാണ് നിഷ്കാമന. നിഷ്കാമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ മെന്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആവാതെ. കാമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഓവറായിട്ട് ആ ഒരു കാര്യത്തിൽ ടൂ മച്ച് സ്ട്രെസ്ഫുൾ അല്ലാതെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മൈൻഡ്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്ത്, അതായത് എന്റെ സ്ട്രെസ്സും എന്റെ പ്രശ്നങ്ങളും എന്റെ പ്രയാസങ്ങളും നോക്കാതെ ആ പ്രവൃത്തി എൻജോയ് ചെയ്യാനുള്ള കഴിവിന്റെ പേരാണ് ഈ കാമന എന്നുള്ള വാക്കുണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്. ജോലിയിൽ എൻജോയ് ചെയ്യുന്നതും ഞാൻ എന്റെ പ്രശ്നത്തെ ചിന്തിച്ചുകൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് അതിൽ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഒരു ജോലി ചെയ്യുന്നതും, ഇത് കാമന എന്നുള്ളത് ഏത് അർത്ഥത്തിലെടുക്കണം? എന്റെ പ്രശ്നം, എന്റെ പ്രയാസങ്ങൾ, എന്റെ ബുദ്ധിമുട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ മൈൻഡിൽ വെച്ചുകൊണ്ട് പണി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ആർക്കും കമോൺ ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോക്കസ്ഡായിട്ട് പണിയെടുക്കണമെങ്കിൽ നമ്മളൊന്ന് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. അപ്പൊ എന്റെ എന്നുള്ള ഒരു ഭാവം വിട്ടാലേ എനിക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ പ്രശ്നങ്ങളുമായിട്ടൊരു ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ആ വർക്കിനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിഷ്കാമന എന്ന് പറഞ്ഞാൽ കാമന ഉണ്ടാവരുന്നല്ല പറയുന്നത്. കൃഷ്ണൻ പറയുന്ന വാക്കുകളുടെയൊക്കെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കണം. കാമമില്ലാതെ ആർക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല. കാമ മീൻസ് ഡിസയർ. ഏത് ചെയ്യണമെങ്കിലും നമുക്കൊരു ഡിസയർ വേണം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഡിസയറിന്റെ, എനിക്കും ഗീത പറയണം എന്നുള്ള ഡിസയർ ഉണ്ട്. എല്ലാവർക്കും ഡിസയർ വേണം. ഡിസയർ ഇല്ലെങ്കിൽ നമുക്കിവിടെ എക്സിസ്റ്റൻസ്. പക്ഷെ ആ ഡിസയർ നമ്മൾ ചെയ്യുമ്പോൾ, ചെയ്യുമ്പോഴും കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും എന്തുണ്ടാവരുത്, എന്റെ എന്നുള്ള ഒരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യരുത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നമുക്ക് ആ മൈൻഡ് റിലാക്സ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഇത് ഡെവലപ്പ് ചെയ്യണം. എന്തൊക്കെയാ ഡെവലപ്പ് ചെയ്യേണ്ടത്? നിസ്വാർത്ഥത ഡെവലപ്പ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യണം. എന്റെ പ്രശ്നങ്ങളിൽ ഇന്റൽജ് ചെയ്യാതെ ഒരു കാര്യത്തിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ, ഇന്റൽജും ഇൻവോൾവ്മെന്റും. എന്റെ പ്രശ്നത്തിൽ ഇന്റൽജ് ചെയ്തുകൊണ്ട് ചെയ്യാതെ വർക്കിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള കഴിവ് നേടണം. എന്ന് മാത്രമല്ല, ക്രമേണ ഞാനൊരു സമചിത്തത എന്ത് കൈവരിക്കണം? ഏത് പ്രശ്നങ്ങൾ വന്നാലും ഒരു നിർവികാരത എന്ന് പറഞ്ഞാൽ വികാരമില്ലാത്ത അവസ്ഥയല്ല. നിർവികാരത എന്ന് പറഞ്ഞാൽ സമചിത്തത. ഒരു സമചിത്തമായൊരു മൈൻഡ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒന്നും ഓർക്കാൻ ഞാൻ പറഞ്ഞത് നിഷ്കാമന, നിസ്വാർത്ഥത, നിർവികാരത. എന്താണ് ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ തലയിൽ ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? നിഷ്കാമന, നിസ്വാർത്ഥത, നിർവികാരത. നിർവികാരത എന്ന് പറഞ്ഞാൽ ഒരു വികാരമില്ലാത്തൊരു ജന്തു എന്നല്ല അർത്ഥം. നമ്മൾ കല്ലൊന്നും അല്ല. നിർവികാരത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സ്റ്റഡി ആയിട്ട് കാണാനുള്ള ഒരു മൈൻഡ്, ആറ്റിറ്റ്യൂഡ്. ഈ ലെവലിലേക്ക് മനുഷ്യനെ ഇവോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് കൃഷ്ണൻ ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് തെളിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ഇവോൾവ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക് കൂടും. കമോൺ, അങ്ങനെ ഒരാൾ ഇവോൾവ് ചെയ്ത് ഇമാജിൻ ചെയ്യാം. ക്വാളിറ്റി ഓഫ് വർക്ക് കൂടും. കമോൺ, അയാളുടെ മെന്റലി അയാൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും, ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞാലും അയാള് എൻജോയ് ചെയ്യും. കാരണം മനസ്സൊരു സമചിത്തമാണ്. എന്ന് മാത്രമല്ല, അയാളുടെ എൻജോയ്മെന്റിനെ, അയാളുടെ സന്തോഷത്തെ അയാൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുക എൻവയറമെന്റ്, എങ്ങനെ ഇരിക്കുക എൻവയറമെന്റ് ഒന്ന് ഇമാജിൻ ചെയ്തു. ഒരു പക്ഷെ നമുക്കത് ഇപ്പൊ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇമാജിൻ എ പേഴ്സൺ, one who is doing something without any stretch and stress, very relaxed manner. അത് എൻജോയ് ചെയ്യണം. അത് വളരെ എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്രമേണ ഏത് പ്രശ്നത്തെയും അയാള് ഒരു സമചിത്തമായ ആറ്റിറ്റ്യൂഡോടുകൂടി ഫേസ് ചെയ്യണം. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് അയാൾക്കുണ്ടാകുന്ന, ഉള്ളിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, അതായത് ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതല്ല, അത് അയാളുടെ ഉള്ളിൽ അയാൾ പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്താണ്. ആ ഹാപ്പിനെസ്സിനെ അയാളുടെ ഫാമിലിയിലേക്കും അയാളുടെ സൊസൈറ്റിയിലേക്കും അയാൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ എൻവയറമെന്റ്, അപ്പൊ അവിടെ വ്യക്തി, കുടുംബം, സമൂഹം അതെല്ലാം ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ചിന്തിക്കും. അപ്പൊ കൃഷ്ണൻ പറയുന്ന ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേൾഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. കൃഷ്ണൻ പറയുന്ന ഒരു വേൾഡ് അങ്ങനെ ഉണ്ടായിരിക്കാം. എങ്ങനെയിരിക്കാം വേൾഡ്? ഇപ്പൊ നമ്മുടെ
നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതിന്റെ ഒരു സ്വർഗമല്ലേ പറയൂ. അപ്പൊ നോക്കൂ, കൃഷ്ണൻ ആ ഒരു വിഷനോടുകൂടി 5000 വർഷം മുമ്പ് നമുക്കൊരു കാഴ്ചപ്പാട് വന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഇഗ്നോർ ചെയ്തു. നമ്മളെ ഈ ഒരു സിസ്റ്റത്തിൽ വളർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിലോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് അബ്സ്ട്രാക്ട് ഒരു എന്താ പറയുക, ഒരു ഫിലോസഫിയാണ്. കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളിത് വെറുതെ ബ്ലഫാണ്, നമുക്കിതൊന്നും അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ. കാരണം ഇതൊക്കെ പ്രയാസം. പക്ഷെ ഒരു പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സ്കൂൾ ലെവലിൽ തന്നെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെങ്കിലോ? പറയൂ. അപ്പൊ നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും സൈക്കോളജിക്കൽ ഡെവലപ്മെന്റും രണ്ടും പാരലായിട്ട് പോകുമായിരുന്നു. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ നമുക്ക് ആ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് മാത്രമേ ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഏത് ഡെവലപ്മെന്റ് ചെയ്തില്ല? സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ചെയ്തില്ല. 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറയുന്ന പേഴ്സണാലിറ്റിയിൽ രണ്ടുമുണ്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ഉണ്ട്, സൈക്കോളജി. അതുകൊണ്ട് ഗീതയുടെ ഈ 18ാം അധ്യായത്തിന്റെ ലാസ്റ്റ് ശ്ലോകം ഏതാണെന്ന് അറിയാലോ? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർധര. അപ്പൊ യോഗേശ്വര കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. ധനുർധരോ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ ആയുധം പിടിച്ചിരിക്കുന്ന പാർത്ഥൻ. ധനുസ് എന്ന് പറഞ്ഞാൽ അമ്പും വില്ലൊക്കെയാണ്. ഈ ആയുധം പിടിച്ചിരിക്കുന്ന അർജുനൻ ഏത് റെപ്രസെന്റേറ്റീവ് ആണ്? ഇന്നിപ്പോ നിങ്ങൾ ലാപ്ടോപ്പ് വെച്ചോളൂ, ഇന്ന് നിങ്ങൾ ഇന്നത്തെ ടെക്നോളജി സാധനങ്ങൾ വെച്ചോളൂ. അപ്പൊ ഏത് ഡെവലപ്മെന്റ് ചെയ്യണം? ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ ധനുർധരനായ പാർത്ഥനും യോഗീശ്വരനായ കൃഷ്ണനും റെപ്രസെന്റ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ മൈൻഡും ഇന്റലക്ച്വൽ മൈൻഡും. ഇത് രണ്ടും സമമായി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയാണ് വിജയവും ഐശ്വര്യവും ഇരിക്കുന്നത്. എത്ര വർഷം മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു എവല്യൂഷൻ, ക്ലിയർ കട്ട് എവല്യൂഷൻ, മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊരു പിക്ചർ തന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ വിഷൻ ആരും പറഞ്ഞു തന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? ഗീതയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരിക്കാം, അതെല്ലാം വായിച്ച് ഏകാദശിയിലൊന്ന് വായിച്ച് മറച്ചു വെച്ചിട്ടുണ്ടാ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് പണ്ട് മത്സ്യങ്ങൾ കഴിച്ച ഗീതയാണ് കണ്ടത്. മത്സ്യം എന്ന് പറഞ്ഞാൽ അതിന് ഫിഷ് എന്നാ പറയാം, സിൽവർ ഫിഷ്. അതിൻ്റെ അകത്ത് മുഴുവൻ ഓട്ടയായിട്ട് അത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പണ്ടാരോ വെച്ചതാ അവിടെ നിൽക്കുന്നത്. പിന്നെ അത് ഒരു കാര്യം ഉണ്ടോ, ഈ പുസ്തകങ്ങളൊക്കെ ഈ വിഷുവിന് കണി വെക്കും, അതിനവർ വെക്കും. അതുപോലെ തന്നെ 2 കാര്യത്തിന് ഈ പുസ്തകം ആവശ്യം. ഒന്ന് പൂജാ ദിവസങ്ങളുടെ ഒക്കെ എടുത്ത് പൂജയ്ക്ക് വെക്കാനും, പിന്നെ ഇതൊക്കെ വിഷുക്കണിക്കുന്ന സമയത്ത് അവിടെ വെക്കും. ആ സമയത്ത് 2 കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു പുസ്തകമായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നോക്കാം. അപ്പൊ ആലോചിച്ച് നോക്കും, മനുഷ്യന് ഇത്രയും വലിയ സാധനം കിട്ടിയിട്ടും ഇതൊന്നും നമുക്കാരും വേണ്ട പോലെ പറഞ്ഞില്ല. ഈ ഒരു വിഷൻ നമുക്കുണ്ടാവും. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? ആരാണ് സാത്വിക കർത്താവ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് തോന്നുന്നു എല്ലാ ഓർഗനൈസേഷനും ഈ ഒരു 3 ശ്ലോകങ്ങൾ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് നല്ല ഓർഗനൈസേഷൻ ഈ ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ് തുടങ്ങുന്നവർ ആദ്യം ഈ 3 ശ്ലോകങ്ങൾ വെച്ചിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ ബിസിനസ് കൂപ്പ് കുത്തിയിട്ടുണ്ടാവും. ഏത് കാര്യം, ഈവൻ ഫാമിലി ലൈഫിലായാലും ശരി. ഫാമിലിയും ഒരു ബിസിനസ് ആണല്ലോ, അതൊരു കോൺട്രാക്ട് ആണല്ലോ ഇന്നത്തെ ഭാഷയിൽ. പണ്ടായിരുന്നു ഫാമിലി എന്ന് പറഞ്ഞാൽ, പണ്ട് ഫാമിലി ലൈഫിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 2 ഹൃദയങ്ങൾ ഒന്നാവുക. ഇന്നിപ്പോ അത് കോൺട്രാക്ട് ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾ കിച്ചണിൽ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഞാൻ കിച്ചണിൽ. അങ്ങനെ 2 പേരും മാറി മാറി ഒരു ദിവസം 2 പേരും കിച്ചണിൽ വരുമ്പോഴാണ് ധർമ്മക്ഷേത്രേ. കാരണം പലതും പല സ്ഥലത്തും കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ കൃഷ്ണൻ പറയുന്നു എങ്ങനെ ഒരു നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. എങ്ങനൊരു നല്ല അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഫാമിലി ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫാമിലി ലൈഫിന്റെ മാത്രമല്ല, ഏത് മേഖലയും നോക്കാം നമുക്ക്. മുക്ത സങ്കോനഹം വാദി ധൃത്യുത്സാഹസമന്വിതാം സിദ്ധ്യസിദ്ധ്യോർ നിർവികാരം
സാത്വിക കർത്താ സാത്വിക ഉച്യതേ. ഒന്നുകൂടി ചൊല്ല. മുക്ത സംഘോനഹം വാദി ധൃത്യുത്സാഹസമന്വിത സിദ്ധ്യോർ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. 3 കാര്യങ്ങളാണ് കൃഷ്ണൻ എംഫസൈസ് ചെയ്യുന്നത്. മുക്തസംഘ, അനഹംവാദി സെക്കൻഡ്, ധൃത്യുത്സാഹ സമന്വിത 4 കാര്യങ്ങൾ. സിദ്ധ്യോ നിർവികാര. അങ്ങനെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ, ഈ രീതിയിൽ കർമ്മം ചെയ്യുന്ന ആളെയാണ് കർത്താവ്. അങ്ങനെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ, ഡൂവർ ഉണ്ടെങ്കിൽ, സാത്വിക ഉച്യതേ, അവരാണ് സാത്വിക. അപ്പൊ സാത്വിക കർത്താവിന്റെ ലക്ഷണങ്ങൾ. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ, വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ്, വാട്ട് ആർ ദ വാല്യൂസ്, അവരെന്തൊക്കെയാണ് അതിന്റെ മോറൽസ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം പറയുന്ന മുക്തസംഘ. മുക്തസംഘ, വളരെ ശ്രദ്ധിക്കുക ഈ വാക്കുകൾ. കർമ്മത്തിൽ നിന്ന് സംഘം, അതാ കർമ്മത്തിൽ നിന്ന് ആർക്കും മുക്തരാവാൻ പറ്റില്ല. ആർക്കും കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഏതിൽ നിന്നാണ് മുക്തനാവേണ്ടത്? ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തിയിൽ എൻജോയ് ചെയ്യാൻ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മെന്റൽ ഇൻഹിബിഷൻസോ മെന്റൽ സ്ട്രെസ്സോ മെന്റൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഫ്രീ ആവണം. അതിന് മൈൻഡ് വളരെ എന്താവണം? റിലാക്സ് ആവും. ഈ മൈൻഡ് റിലാക്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ അതിന് നമ്മൾ കണ്ടിന്യൂസ്ലി ചില ട്രെയിനിങ്ങും പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതുണ്ട്. ഇപ്പൊ രാവിലെയൊക്കെ നമ്മുടെ മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്താലേ നമുക്ക് മൈൻഡ് വളരെ ഫ്രീ ആവും. അതായത് ഒരു പ്രീ ഒക്യുപ്പൈഡ് മൈൻഡ് ഇല്ല, ഒരു എന്താ പറയാ ഡിസ്റ്റർബ്ഡ് മൈൻഡ് ഇല്ല. അത് ക്യാരി ചെയ്യണം. ഒന്നും മൈൻഡില് മെന്റലി നമ്മൾ ടു മച്ച് വറീസ് ക്യാരി ചെയ്യാറ്. അങ്ങനെ ഫ്രീ മൈൻഡോടുകൂടി ഒരു കാര്യം ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. ആളുകൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇന്ന് നമുക്കറിയാം, പൊളിറ്റീഷ്യന്മാർ അത് വെച്ചിട്ടാണ് കളിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അവരെ വേറെ രീതിയിൽ ഇന്റർപ്രറ്റ്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പ്രോപ്പറായി പലരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പൊ വീട്ടിലൊക്കെ കാണുന്ന ഒരു പ്രശ്നം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഇന്ന് കാണുന്നത്, ഹസ്ബൻഡ് പറയുന്നതല്ല ഭാര്യ മനസ്സിലാക്കുന്നത്, ഭാര്യ പറയുന്നതല്ല. ഇപ്പൊ കുട്ടികൾ തന്നെ നോക്കൂ, നമ്മൾ പഴയ കുട്ടികളല്ല. കുട്ടികൾക്ക് ഇപ്പം ഓവർ മൊബൈൽ അറ്റാച്ച്മെന്റ് വന്നപ്പോൾ അവര് പറഞ്ഞാലൊന്നും അവര് കേൾക്കുന്നില്ല. ഈ തരത്തിൽ ഒരു മെന്റൽ ഇൻഹിബിഷൻസ് മനുഷ്യന്റെ ഇടയിൽ വളരെയധികം കൂടി. ഇപ്പൊ കൃഷ്ണൻ പറയുന്നത് ആദ്യത്തെ കാര്യം മുക്തസംഘ. മെന്റലി നമ്മൾ വളരെ ഫ്രീ ആണ്. മെന്റലി ഫ്രീ ആവുക അതൊരു വലിയൊരു കഴിവാണ്. അപ്പൊ മെന്റലി ഫ്രീ ആവണമെങ്കിൽ നമുക്ക് വലിയ വിഷൻ വേണം. ആ ഒരു വിഷനാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടില്ല, ഈ ലോകത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ലോകസംഗ്രഹം എന്നൊരു വാക്ക്. എന്താണ് ലോകസംഗ്രഹം? നിങ്ങൾ അമ്മമാര് വീട്ടില് അടുക്കളയിൽ കയറുമ്പോൾ കുട്ടികളുടെ ആരോഗ്യമാണ് എന്റെ ഏറ്റവും വലുത്. അപ്പൊ ആ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടത് ആ ചെയ്യുന്ന പ്രവൃത്തി അത്രയും എൻജോയ് ചെയ്യണം. അപ്പൊ കർമ്മത്തിൽ ശ്രദ്ധിക്കുക, കർമ്മത്തിൽ ശ്രദ്ധിക്കുക, കർമ്മങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ വരിക. ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എഴുതി വെക്കേണ്ട ഒരു വാക്ക്, ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലംസ്, ഫോക്കസ് ഓൺ യുവർ വർക്ക്. അതാണ് മുക്തസംഘ. ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലംസ്, ഫോക്കസ് ഓൺ ദ വർക്ക്. അതല്ലേ ക്വാളിറ്റി വർക്ക് കൂട്ടുക? ആണോ അല്ലയോ? എല്ലാ റൂമിലും, അതായത് ജോലി ചെയ്യുന്നവരുടെ ക്യാബിന്റെ മുകളിൽ ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലം, ഫോക്കസ് ഓൺ യുവർ വർക്ക് എഴുതി വെച്ചാൽ എന്തായിരിക്കും? അത് കാണുമ്പോഴേ അവർ മനസ്സിലാവും, ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ ഡ്രോപ്പ് ചെയ്യണം, ഞാൻ എൻ്റെ വിഷമങ്ങളെ ഡ്രോപ്പ് ചെയ്യണം, ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് മനുഷ്യൻ ഡെവലപ്പ് ചെയ്യും. ഡ്രോപ്പ് യുവർ പ്രോബ്ലംസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ വർക്ക്. കൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ? മുക്തസംഘ എന്തൊരു ബ്യൂട്ടിഫുൾ വേർഡാണ്. നോക്കൂ, ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യോ? കമോൺ. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നന്നാവോ? പറയൂ. നിങ്ങൾ
എല്ലാവരും ഫോക്കസ് ഓൺ ഡ്രൈവിംഗ്. അവരവരുടെ ഡ്രൈവിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും അവരങ്ങനെ ഫോക്കസ് ചെയ്ത ട്രാഫിക് ഉണ്ടാകും. കാരണം അതിന്റെ ഇടയിൽ അവർ ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് വന്നു, അങ്ങോട്ട് വന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഡിസ്റ്റർബ് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഫോക്കസ് ഓൺ യുവർ വർക്ക്, ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലംസ്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ, ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ സാരഥിയോട് പറയും, സൈഡാക്ക്, റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു 20 മിനിറ്റ് കിടക്കുക, കാറിൽ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കിടക്കുക, ഡോണ്ട് ഡ്രൈവ്. കാരണം നീ കോൺഫിഡൻസിൽ ഓടിച്ചു കഴിഞ്ഞാൽ നീ ചിലപ്പം ഓർമ്മ വിട്ടുപോകും, നീ ചിലപ്പോൾ ആക്സിഡന്റ് ആവും. എന്റെ കാര്യത്തിലൊക്കെ, എന്റെ കാര്യത്തിൽ എനിക്ക് ഗീത ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത കൊല്ലത്തേക്ക് കേനോപനിഷത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവർ പിടിച്ചിരിക്കുന്നു. അപ്പൊ ഉറപ്പായിട്ട് എനിക്ക് വന്നേ പറ്റുള്ളൂ. അപ്പൊ ഒരു ടൈം വേണം. അതിന് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുക. എങ്ങോട്ട് റഷ് ചെയ്ത് പോകണം? നമുക്ക് പോയ ഒരു 10 മിനിറ്റ് ലേറ്റ്, 20 മിനിറ്റ് ലേറ്റ്. പക്ഷെ നമ്മളെ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യണം. മറ്റൊരാളുടെ ലൈഫ് നമ്മൾ കെയർ ചെയ്യണം. ആണോ അല്ലേ? അല്ലെങ്കിൽ വല്ലവനെയും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ വല്ലവന്റെ ജീവിതം പോയിട്ടേ. ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് കാര്യത്തിലും ഒരുപക്ഷെ നമുക്ക് ആ ഒരു മെച്യൂരിറ്റി വരാൻ ഒരു സമയം എടുക്കുമായിരിക്കാം. ചിലർക്കത് നാച്ചുറലി വരും, ചിലർക്കത് തീരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, നല്ല ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടാവണമെങ്കിൽ ഫോക്കസ് ഓൺ യുവർ വർക്ക്. ബിഫോർ ഫോക്കസിങ് യുവർ വർക്ക്, അതാദ്യം വരണം. ഇത് ഡ്രോപ്പ് യുവർ പ്രോബ്ലംസ്. മുക്തസംഘ. അപ്പൊ ആ വിഷൻ കറക്റ്റാണ്. ഞാനിത് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ നന്മയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി. നോക്കൂ, നരേന്ദ്രമോദിജിയുടെ ആ വിഷൻ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം സോമനാഥൻജി വന്ന് പറയണം, 2040s എന്തായിരിക്കണം സ്പേസ് ടെക്നോളജി എന്നുള്ളത് അവർക്ക് കൊടുത്തിരിക്കുകയാണ്, പ്രൊജക്ട് കൊടുത്തിരിക്കുകയാണ്. 2040s 2040 എന്തായിരിക്കണം ISRO എന്നത് അവരോട് പ്രൊജക്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതെല്ലാം സാൻസ്ക്രിറ്റിലൊന്ന് ചുരുക്കി പറയാനും പറ്റണം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അതെന്താ ഒരു ശ്ലോകം ഉള്ളതെന്ന്. കാരണം ഇപ്പൊ ഒരു സാൻസ്ക്രിറ്റും പഠിക്കണം. അത്രയും ഒരു വിഷൻ നമുക്ക് 2040 ചിന്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണമെങ്കിൽ എന്റെ രാഷ്ട്രം അത്രയും ഡെവലപ്പ് ചെയ്യണം. അതായിരിക്കാം ആളുകൾ അത്ര റെസ്പെക്ട് ചെയ്യുന്നു. ഇതുപോലെ ഓരോ ജോലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരും ഈ വീട് നന്നാവണം, വീട്ടിലുള്ളവരെല്ലാവരും സ്നേഹത്തിലായിരിക്കണം. അങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ മുക്തസംഘം. വീട്ടിൽ അത് ഫ്രണ്ടിൽ എഴുതിയിരിക്കണം. സാധാരണ എല്ലാ വീട്ടിലും, കേരളത്തിലാണെങ്കിലും ഒക്കെ എഴുതിയിരിക്കും, ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം. ഞാൻ പറയും, അതല്ല എഴുതി വെക്കേണ്ടത്. എന്താ എഴുതി വെക്കേണ്ടത്? ഇത് എഴുതി വെച്ചാൽ മതി. എന്ത്? ഡ്രോപ്പ് യുവർ പ്രോബ്ലംസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ വർക്ക്. അത്രയും ചെയ്തു വെച്ചാൽ ആ വീട് നന്നാവും. ഉണ്ടോ? ആ വീടിന്റെ ഐശ്വര്യം നിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ചോട്ടാനിക്കരമ്മ എന്റെ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കുന്നതിന് പകരം നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങളുടെ പേര് ഇപ്പം ചന്ദ്രൻ ആണെങ്കിൽ ചന്ദ്രൻ ഈ വീടിന്റെ ഐശ്വര്യം. ചന്ദ്രനും ഭാനുമതി, ഭാര്യയുടെ പേര് ഭാനുമതി ആണെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവാതിരിക്കട്ടെ, ഭാനുമതിയാണ് ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ നമ്മൾ അങ്ങനെ വീടിന്റെ ഐശ്വര്യ കാര്യം കണക്കാക്കേണ്ടത്. ഗുരുവായൂരപ്പൻ വന്നിട്ട് നിങ്ങളുടെ വീട് നേരെയാക്കാൻ പറ്റില്ല. ആർക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ? നമുക്ക് നേരെയാക്കാൻ പറ്റും. അപ്രകാരം മുക്തസംഘം. ഗംഭീരല്ലേ? ആണോ? ഇത് മറക്കരുത്. എന്താണ്? ഡ്രോപ്പ് യുവർ പ്രോബ്ലംസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ വറീസ്. അല്ലെ? അതപ്പോ പറഞ്ഞു വന്നത്. ഫോക്കസ് ഓൺ യുവർ വറീസ്. ഫോക്കസ് ഓൺ യുവർ വറീസ് ആണോ പറഞ്ഞത്? പിന്നെ ഇത് ഫൂളിഷ്ലി എന്റെ കൂടെ പറഞ്ഞത്. ഞാനത് തെറ്റു പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഫോക്കസ് ഓൺ യുവർ വർക്ക്, അതല്ലാതെ വറീസ്. മുക്തസംഘ. പിന്നെ അനഹംവാദി. അഹംവാദി. ഐ ആം ഡൂയിങ് സംതിങ്. ആ ഐ എന്നത് ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ ബുദ്ധിമുട്ടുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ ബോസ്, ഞാനത്. ഈ ഞാൻ എന്നുള്ള ഭാവം വന്നുവോ അപ്പൊ തന്നെ അത് ആ വർക്കിനെ ബാധിക്കും. അപ്പൊ അവിടെയാണ് രണ്ടാമത്തത് വേണ്ടത്. ഞാൻ എന്നത് നോക്കൂ, നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് നോക്കണം. ഈ ഞാൻ എന്ന് പറയുന്നത് ട്രില്യൺ സെൽസുകളുടെ പ്രവർത്തനങ്ങളും അതുപോലെ അനവധി ഓർഗൻസ് പ്രവർത്തിക്കുന്നതിന്റെ അഹങ്കാരത്തിലാണ് ഞാൻ എന്ന് പറയുന്നത്. ഈ ഞാൻ എന്ന് പറയുമ്പോണ്ടല്ലോ ഹാർട്ട് പറയാം, ഒരു മിനിറ്റ് ഞാൻ നിൽക്കട്ടെ. ഇയാളെ ഞാൻ എവിടെ നിൽക്കും? ഹാർട്ട് പറയാണ്, ഞാൻ ഒരു നിമിഷം ഒന്ന് ബാത്റൂം പോയിട്ട് വരാമെന്ന്. കഴിഞ്ഞില്ലേ ഹാർട്ടിന്റെ കാര്യം?
ഈ തരത്തിൽ നമ്മൾ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർഗൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടും പലരുടെയും കോപ്പറേഷൻ കൊണ്ടാണ് ഇതൊരു യജ്ഞമാണ്, അല്ലെ? അനവധി ഓർഗൻസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും ഒരു ഭാഗം മാത്രമാണ്. ഐ എം നോട്ട് ഹോൾ, ഐ ആം ദ പാർട്ട് ഓഫ് എവരിതിങ്. ഐ ആം പാർട്ട് ഓഫ് എവരിതിങ്. ഞാൻ എല്ലാറ്റിന്റെയും ഒരു ഭാഗമാണ്. ഞാൻ എല്ലാറ്റിന്റെയും ഹോളല്ല, മുഴുവനല്ല. സോ ഐ ആം, ഇത് വളരെ ശ്രദ്ധിക്കണേ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഭാവം ഉണ്ടാവണം. ഞാൻ എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ ഹോൾ, ഐ എം എ പാർട്ട്. ആ ഒരു ഭാവം ഉണ്ടാവും. അതിനാണ് കൃഷ്ണൻ പറയുന്നത് നിമിത്തമാത്രം ഭവ സത്യസാചി. നീ ഒരു നിമിത്തം മാത്രം, നീ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. സോ ഐ ആം ഓൺലി ഇൻസ്ട്രുമെന്റ്, ഐ ആം നോട്ട് ദ ഓണർ. ഐ ആം എ ഇൻസ്ട്രുമെന്റ്. ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ്. കുറച്ചുകൂടി നല്ലൊരു ഭാഷ എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിന്റെയും ഒരു പാർട്ട് മാത്രമാണ്. ഐ ആം നോട്ട് ദ ഹോൾ. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ തോന്നാതിരിക്കണം. ഞാനാണ് ഇത് മുഴുവൻ കൊണ്ട് നടക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി ചേരുമ്പോഴല്ലേ ഫാമിലി ആവുന്നത്, ആണോ? ഞാൻ അതിന്റെ ഒരു ഭാഗമാവണമെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഭാഗം മീൻസ് വാട്ട്? ഭാഗം മീൻസ് ഐ ഷുഡ് ഈക്വലി പ്ലേ മൈ റോൾ. അപ്പൊ നമ്മുടെ ലങ്സും ഹാർട്ടും ലിവറും കിഡ്നിയും ഈച്ച് പാർട്ട് ദേ ഹാവ് ടു പ്ലേ ദെയർ റോൾ പെർഫെക്റ്റ്ലി. അപ്പോഴാണ് ഈ ശരീരം എന്ന് പറയുന്ന ഈ ഫിസിയോളജിക്കൽ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, ആണോ? ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിന്റെ, ഈ ഫാമിലിയുടെ ഒരു പാർട്ടാണെങ്കിൽ നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ പാർട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ഞാനൊരു പാർട്ടാണ്, ഞാൻ എല്ലാത്തിന്റെയും ഒരു ഹോളല്ല, ഭാഗമല്ല എന്നുള്ളൊരു വിനയം, ഹ്യൂമിലിറ്റി നമ്മളിൽ വരണം. അതാണ് അനഹംവാദി. ഞാൻ എല്ലാമാണ്, ഞാനൊരു ഓണർഷിപ്പ് എടുക്കണ്ട, ഞാനൊരു ഉടമസ്ഥത എടുക്കണ്ട, ഞാൻ എല്ലാത്തിനെയും ഭരിക്കണവരാണ് എന്നുള്ളൊരു ഭാഗം വേണ്ട. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആദ്യം തന്നെ ആളുകളെ കൈക്കിലെടുത്തിട്ട് പറഞ്ഞ ഞാൻ ചൗക്കിദാറാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഗീതയിൽ അടുത്തായിരിക്കണം. ഞാൻ കേവലം ഒരു സേവകൻ മാത്രമാണ്, ഞാനൊരു സെർവന്റ് മാത്രമാണ്. മനസ്സിലായി? നിങ്ങൾക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവിടുത്തെ സേവകന്മാരായിട്ടാണ് അവിടുത്തെ രാജാക്കന്മാർ. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ പേരിന് മുമ്പിൽ എപ്പോഴും വെക്കുന്നത് ശ്രീ പത്മനാഭദാസൻ, ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജ്, അങ്ങനെ വെക്കുക. ആദ്യം വെക്കുന്ന പേര് പത്മനാഭദാസൻ. നിങ്ങൾ ഭഗവാന്റെ ഒരു ദാസൻ. ആ ദാസൻ എന്ന ഭാവത്തിന്റെ അർത്ഥം ഞാൻ എല്ലാറ്റിന്റെ ഒരു പാർട്ടാണ്, ഞാൻ ആണ് എല്ലാം എന്നുള്ളൊരു ഭാവം എനിക്ക് ഒരിക്കലും തോന്നരുത്. അപ്പൊ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള, കാരണം എല്ലാവരും ഓരോ പാർട്ടുകളാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ ഇന്നലെ പറഞ്ഞില്ലേ 5 വിരലുകൾ, ഈ 5 വിരലുകൾക്കും ഓരോ റോള് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാം ചേർന്ന് നിൽക്കണം. ഒരു വിരലിനെ മറ്റൊരു വിരലിനെ കണ്ടിട്ട് ഈഗോ തോന്നേണ്ട, ഒരു സുപ്പീരിയോറിറ്റി തോന്നേണ്ട കാര്യമില്ല. മേ ബി ഒന്ന് വലുതായിരിക്കാം, ഒന്ന് ചെറുതായിരിക്കാം, പക്ഷെ എല്ലാം ഒരു കൈയുടെ ഒരു ഭാഗം എന്ന പോലെ എല്ലാവർക്കും അവരവരുടെ ഒരു ഭാഗമാണ്, അല്ലേ? ഒരു സ്വീപ്പറെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന അതുകൊണ്ടാണ്. കാരണം ഒരു 4 ദിവസം സ്വീപ്പർ വന്നിട്ടില്ലെങ്കിൽ ടോയ്ലറ്റും ബാത്റൂമും സുപ്രീം കോടതിയുടെ ജഡ്ജിമാര് 10 ദിവസം വന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കാൻ പോകും. പക്ഷെ ഗാർബേജ് എടുക്കുന്നവൻ 10 ദിവസം വന്നില്ലെങ്കിൽ വിവരം അറിയും. ആരെയെ കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്? എല്ലാം ചിന്തിച്ചു കൊടുക്കും. ആരെയെ കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്? ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമാണ് ആരാണ് ഗാർബേജ്. കാരണം അവന്റെ ഒരു കാര്യം ഇല്ലെങ്കിൽ, അല്ലേ? കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കണം. കാരണം അവൻ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഭാഗവതം ഭഗവത്ഗീത എന്തെടുത്ത് പറയാൻ പറ്റും? 3 നേരം മൃഷ്ടാനം കഴിക്കുന്നതുകൊണ്ടാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര അതൊക്കെ പറയാൻ പറ്റുന്നത്, അല്ലേ? അതുപോലെ ഫാം കൊണ്ട് നടക്കുന്നവൻ കൃത്യമായി കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് രാവിലെ സ്ട്രോങ് വേണോ ലൈറ്റ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവരാരും പണിയെടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ യോഗേശ്വര കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നേ വേണം, ആണോ അല്ലയോ? ഭാഗവതത്തിലൊരു ഭാഗത്തില് കൃഷ്ണൻ വിപ്രപത്നി മോക്ഷം എന്നുള്ളൊരു ഭാഗമുണ്ട്. അപ്പൊ അതില് കൃഷ്ണൻ ഗോപന്മാരെ പറഞ്ഞയക്കുകയാണ്. വിശപ്പ്, വളരെ വലിയ വിശപ്പൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ട്, ഓ ഗോപന്മാരെ വിശക്കണോ,
ഈ ഗോപന്മാരെ പറഞ്ഞയച്ചു. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്. അവര് വലിയ ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓം ഇന്ദ്രായ സ്വാഹ, ഓം അതായ സ്വാഹ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ യാഗം നടക്കുന്ന സമയത്ത് പറഞ്ഞു, കൃഷ്ണനും ബലരാമസ്വാമിയും വന്നിട്ടുണ്ട്, അവർക്ക് നല്ല വിശപ്പുണ്ട്, പല ആഹാരമൊക്കെ കിട്ടും. അവരെ പറഞ്ഞു, ഈ ഹോമം നടക്കുന്നിടത്ത് നിങ്ങൾക്ക് ആഹാരം വന്നില്ല, ഹോമം ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങളുടെ മന്ത്രം ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു. കുറെ ചീത്ത വിളിച്ചു. ഈ പാവങ്ങളൊക്കെ തിരിച്ചു വന്ന് കൃഷ്ണനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഒന്നും കിട്ടാൻ പോണില്ല. അവരൊക്കെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് അഗ്നിയിലേക്ക് ഇടുക. കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവരുടെ ഭാര്യമാരെടുത്തു, അമ്മമാരെടുത്തു. ഇതിന് പറയാം, കൃഷ്ണനും ബലരാമനും വളരെ വിശന്നു വന്നിരിക്കുകയാണ്, ഞങ്ങൾക്കൊക്കെ വിശപ്പുണ്ട്. ആ അമ്മമാരുടെ ഹൃദയം നൽകി. ഇവര് പോയി അവിടെ ചെന്ന് പറഞ്ഞതും ഈ വിപ്രപത്നിമാര് ഭർത്താക്കന്മാര് ഹോമം കഴിഞ്ഞാൽ വന്നാൽ കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടു. ഈ ബ്രാഹ്മണർ അവിടെ ഇരുന്ന് യാഗം ചെയ്യുന്ന സമയത്ത് കാണുന്നത് ഈ ഭാര്യമാരൊക്കെ സാധനം കൊണ്ട് കൊടുക്കുന്നതാണ്. അവര് ഹോമം നിർത്തി. കാര്യം ഇത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള സാധനം പോണത്. അതുവരെ സ്വാഹ പറഞ്ഞവര് പിന്നെ ഒക്കെ നിർത്തി. പിന്നെ അവരൊക്കെ ഓടുകയാണ് ഭാര്യമാരുടെ പിന്നാലെ. അങ്ങനെ കൃഷ്ണൻ ഇവര് കണ്ട് ചിരിക്കുന്നത്. കാരണം ഇതുവരെ ഹോമത്തിൽ ശ്രദ്ധിച്ചവരുടെ ശ്രദ്ധ മാറി. കാരണം ഹോമം കഴിഞ്ഞാൽ കഴിക്കാനുള്ള സാധനം പോകുന്നത്. അപ്പൊ ഇതിനെ ഏറ്റവും വാല്യൂ നോക്കണമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവര് കൃഷ്ണന് സാധനങ്ങൾ കൊടുത്തു നോക്കും. കൃഷ്ണൻ നോക്കും, എക്സസ് സാധനം വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം. ഉടനെ കൃഷ്ണൻ പറയാണ്, ഈ ഭക്തി ഉണ്ടല്ലോ, അതായത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഭക്തി, ആ ഭക്തി അവരെ എന്നും നമ്മൾ അമ്മമാരെ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം അങ്ങനെ ആദരിക്കുന്നതുകൊണ്ടാണ് അവര് നമുക്കും തരുന്നത്.